KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഏവരെയും അമ്പരപ്പിച്ച് പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയുടെ മിന്നൽ സന്ദർശനം. നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദിയുടെ പാകിസ്ഥാൻ സന്ദർശനം സാഹസികത മാത്രമാണെന്ന് കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മലയാളം ചാനലുകൾ 1 മണിക്കൂർ മുമ്പേ ലാഹോറിൽ എത്തിച്ചു. അഫ്ഗാനിസ്ഥാന് ഇന്ത്യ നിർമ്മിച്ചു നൽകിയ പാർലമെന്റ് മന്ദിരം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം ലീഗിന്റെ കേരള യാത്ര കുഞ്ഞാലിക്കുട്ടി നയിക്കും. ലോകാനുഗ്രഹി പുണ്യപ്രവാചകരുടെ ജന്മദിനം ലോകമെങ്ങും ആഘോഷിച്ചു. നബിദിനത്തിൽ സൗജന്യ ബസ് യാത്രയൊരുക്കി മുട്ടാഞ്ചേരിയിലെ സുന്നി സംഘടനകൾ മാതൃകയായി. അറബി ഭാഷയ്ക്ക് ഇന്ത്യ നൽകിയ സംഭാവനകൾ മഹത്തരമെന്ന് അറബിക് ഉച്ചകോടി. നബിദിനാഘോഷം അനിവാര്യമാണെന്ന് UAE മതകാര്യ വകുപ്പിന്റെ ഫത്വ. റിസാല സ്റ്റഡി സർക്കിൾ ബുക്ക് ടെസ്റ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഏവരെയും അമ്പരിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത പാക് സന്ദർശനം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മടങ്ങുന്ന വഴി പ്രധാനമന്ത്രി ലാഹോറിൽ ഇറങ്ങി. ലാഹോറിലെ അല്ലാമ ഇക്ബാൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ മോദിയെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. തുടർന്ന് ഇരുവരും ലാഹോറിലെ നവാസിന്റെ വസതിയിലേക്ക് പുറപ്പെട്ടു. വസതിയിൽ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. പാക് വിദേശകാര്യമന്ത്രി സർദാജ് അസീസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. പാക് സന്ദർശന വിവരം സന്ദർശനത്തിന് തൊട്ടുമുമ്പ് ട്വിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. 12 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പാകിസ്ഥാൻ സന്ദർശിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പാക് സന്ദർശനം. പ്രധാനമന്ത്രിയുടെ ആദ്യ പാക് സന്ദർശനമാണ് അപ്രതീക്ഷിതമായി ട്വിറ്ററിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടത്. നേരത്തെ കാബൂളിൽ വെച്ച് ഇന്ന് നവാസ് ഷെരീഫിന്റെ ജന്മദിനമാണെന്ന് അറിഞ്ഞ നരേന്ദ്രമോദി നവാസിനെ ഫോണിൽ വിളിച്ച് ആശംസ അറിയിച്ചിരുന്നു. ഈ സമയം നവാസാണ് മോദിയെ ലാഹോറിലേക്ക് ക്ഷണിച്ചത്. തുടർന്ന് നവാസ് ഷെരീഫിന്റെ 66ാം ജന്മദിനമായ ഇന്ന് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ജന്മദിനാശംസ നേരുമെന്നും മോദി ട്വീറ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം മോദിയുടെ പാക് സന്ദർശനത്തിനെതിരെ ശിവസേന രംഗത്തെത്തി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രം വരാൻ വേണ്ടിയാണ് മോദിയുടെ പാകിസ്ഥാൻ സന്ദർശനമെന്ന് ശിവസേന കുറ്റപ്പെടുത്തി. രാജ്യത്തെ വിശ്വാസത്തിലെടുക്കാതെയാണ് മോദിയുടെ തീരുമാനങ്ങളെന്ന് കോൺഗ്രസും കുറ്റപ്പെടുത്തി. അപഹാസ്യകരമായ ഈ സന്ദർശനം രാജ്യസുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി പറഞ്ഞു. റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് രാവിലെ പ്രധാനമന്ത്രി അഫ്ഗാനിസ്ഥാനിലെത്തിയിരുന്നു. അഫ്ഗാൻ സന്ദർശനം രഹസ്യമാക്കി വെച്ചതിന് പിന്നാലെയാണ് പാക് സന്ദർശനം. പ്രധാനമന്ത്രി അടുത്ത വർഷം പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പാരീസിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ മോദിയും ഷെരീഫും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2004 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് അവസാനമായി പാകിസ്ഥാൻ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത പാകിസ്ഥാൻ സന്ദർശനം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. സന്ദർശനത്തെ എതിർത്തും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി. ട്വിറ്ററിൽ കൂടുതൽ പേരും അനുകൂലിച്ചാണ് രംഗത്തെത്തിയത്. ക്രിസ്മസ് ദിനത്തിൽ സാന്തയെ കൂടാതെ പാകിസ്ഥാന് മറ്റൊരു സന്ദർശകൻ കൂടി എന്നാണ് പ്രമുഖ എഴുത്തുകാരൻ NS മാധവൻ ട്വീറ്റ് ചെയ്തത്. മോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഈ അപ്രതീക്ഷിത സന്ദർശനം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന് സഹായകമാകുമെന്നും പാക് മാധ്യമപ്രവർത്തക മെഹർ തരാർ ട്വിറ്ററിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത പാകിസ്ഥാൻ സന്ദർശനം സാഹസികത മാത്രമാണെന്ന് കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി. ഈ സന്ദർശനം രാജ്യസുരക്ഷയെ ഗുരുതരമായി ബാധിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ചർച്ചയും ഹാർട്ട് ഓഫ് ഏഷ്യ സമ്മേളനവും വഴി ഇന്ത്യ പാക് ബന്ധത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്ന് എന്ത് മാറ്റമാണ് നിലവിലെ സാഹചര്യത്തിലുണ്ടായിട്ടുള്ളതെന്ന് പ്രധാനമന്ത്രി വിശദീകരിക്കേണ്ടി വരുമെന്നും തിവാരി പറഞ്ഞു. അതേസമയം മോദിയുടെ സന്ദർശനത്തെ ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയും അസദുദ്ദീൻ ഒവൈസിയും സ്വാഗതം ചെയ്തു. പാകിസ്ഥാനുമായി വീണ്ടും അടുക്കുന്നത് നല്ല നടപടിയാണെന്നും സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഉമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്തു. മുംബൈ ഭീകരാക്രമണ കേസിന്റെ വിചാരണ പാകിസ്ഥാൻ വേഗത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മോദിയുടെ സന്ദർശനം പുതിയ ചർച്ചകൾക്ക് വഴി കാട്ടിയേക്കുമെന്നും ഒവൈസി ട്വീറ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മലയാളം ചാനലുകൾ 1 മണിക്കൂർ മുമ്പ് തന്നെ ലാഹോറിൽ എത്തിച്ചു.
കിടമത്സരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മലയാളം ചാനലുകൾ 1 മണിക്കൂർ മുമ്പ് തന്നെ പാകിസ്ഥാനിൽ എത്തി എന്ന വാർത്ത നൽകുകയായിരുന്നു. മാത്രമല്ല, നവാസ് ഷെരീഫിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ചയും ആരംഭിച്ചു കളഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിൽ മിന്നൽ സന്ദർശനം നടത്തുന്നുവെന്ന വാർത്ത വന്നതുമുതൽ ചാനൽ ഡെസ്കുകളിൽ നിന്ന് സന്ദർശനത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ഘോരമായ ചർച്ചകൾ തുടങ്ങിയിരുന്നു. 3:15 പ്രധാനമന്ത്രി ലാഹോറിൽ ഇറങ്ങുമെന്നായിരുന്നു ആദ്യ അറിയിപ്പ്. ഇതനുസരിച്ച് വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ മത്സരിച്ച മലയാളം ചാനലുകൾ കൃത്യം 3:15 തന്നെ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാഹോറിൽ എത്തി, നവാസ് ഷെരീഫ് മോദിയെ സ്വീകരിച്ചു എന്നായിരുന്നു വാർത്ത. മനോരമ, മാതൃഭൂമി, റിപ്പോർട്ടർ, മീഡിയ വൺ തുടങ്ങിയ ചാനലുകൾ ഇത്രയും റിപ്പോർട്ട് ചെയ്തപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നുകൂടി മികവ് കാട്ടി. അവർക്കാണല്ലോ ഒന്നുകൂടി പാരമ്പര്യം കൂടുതലുള്ളത്. നരേന്ദ്രമോദി ലാഹോറിലെത്തി, തുടർന്ന് അദ്ദേഹം നവാസ് ഷെരീഫിന്റെ വീട്ടിലേക്ക് പോയി, വീട്ടിൽ കൂടിക്കാഴ്ച നടക്കും. ഇതായിരുന്നു ഏഷ്യാനെറ്റ് വാർത്ത. യഥാർത്ഥത്തിൽ മലയാളം ചാനൽ സ്ക്രീനുകളിൽ ഈ വാർത്ത മിന്നിമറിയുമ്പോൾ നരേന്ദ്രമോദി കാബൂളിൽ നിന്ന് വിമാനം പോലും കയറിയിട്ടില്ലായിരുന്നു. ദേശീയ, അന്തർദേശീയ വാർത്താ ഏജൻസികൾ എല്ലാം പ്രധാനമന്ത്രിയുടെ ചലനങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടും മലയാള മാധ്യമങ്ങൾ അതൊന്നും കണ്ട ഭാവമേ നടിച്ചില്ല. ദേശീയ ചാനലായ NDTVക്ക് പറ്റിയ അബദ്ധമാണ് മലയാളം ചാനലുകളെ കുടുക്കിയത്. NDTV പിന്നീട് കാബൂളിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വിമാനം പുറപ്പെടുന്നതിന്റെ ദൃശ്യം തത്സമയം നൽകി മുഖം രക്ഷിച്ചു. അപ്പോഴും ചില മലയാളം ചാനലുകൾ പിടിച്ച പിടിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. 3:50 പ്രധാനമന്ത്രിയെയും വഹിച്ച് പ്രത്യേക വിമാനം കാബൂളിൽ നിന്ന് ലാഹോറിലേക്ക് പുറപ്പെട്ടത്. അക്കിടി മനസ്സിലായതോടെ മനോരമ, മാതൃഭൂമി, മീഡിയ വൺ തുടങ്ങിയ ചാനലുകൾ ഫ്ലാഷ് ന്യൂസ് തിരുത്തി മുഖം രക്ഷിച്ചു. എന്നാൽ അപ്പോഴും ഏഷ്യാനെറ്റിൽ മോഡി ഷെരീഫിന്റെ വീട്ടിലേക്ക് തിരിച്ചു എന്നായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ്. പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ലാഹോറിൽ ഇറങ്ങിയത് വൈകിട്ട് 4:35. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം ലീഗ് നടത്തുന്ന കേരളയാത്ര കുഞ്ഞാലിക്കുട്ടി നയിക്കും. യാത്രയിൽ 4 വൈസ് ക്യാപ്റ്റന്മാരുണ്ട്. വൈസ് ക്യാപ്റ്റന്മാരുടെ കാര്യത്തിൽ തർക്കമുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. 4 പേരെയാണ് വൈസ് ക്യാപ്റ്റന്മാരായി നിയോഗിച്ചിരിക്കുന്നത്. ET മുഹമ്മദ് ബഷീർ, KPM മജീദ്, MK മുനീർ, KM ഷാജി എന്നീ 4 പേരാണ് ജാഥയിലെ വൈസ് ക്യാപ്റ്റന്മാർ. വനിതാ ലീഗ് പ്രതിനിധിയായി ഖമറുന്നിസ അൻവറും ജാഥയിലുണ്ടാകും. അഫ്ഗാനിസ്ഥാന് ഇന്ത്യ നിർമ്മിച്ചു നൽകിയ പാർലമെന്റ് മന്ദിരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് മന്ദിരം അഫ്ഗാന് സമർപ്പിക്കുന്നതിലൂടെ താൻ ഏറെ ആദരണീയനായെന്ന് അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യത്തെയും ജനതകൾ തമ്മിലുള്ള നിത്യസൗഹൃദത്തിന്റെ സ്മാരകമായിരിക്കും ഇത്. ഓരോ അഫ്ഗാൻകാരന്റെയും ഇന്ത്യക്കാരന്റെയും മനസ്സിൽ അതിരുകളില്ലാത്ത സ്നേഹമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി അഫ്ഗാനിസ്ഥാനിലെത്തിയത്. ഏകദിന സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി അഫ്ഗാനിലെത്തിയത്. സുരക്ഷാ കാരണങ്ങളാൽ മോദിയുടെ ആദ്യ അഫ്ഗാൻ സന്ദർശനം പുറത്തുവിട്ടിരുന്നില്ല. അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിയുമായി മോദി കൂടിക്കാഴ്ച നടത്തി. അഫ്ഗാൻ മുൻ പ്രസിഡന്റ് ഹമീദ് കർസായി, CEO അബ്ദുള്ള എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 2007 ഇന്ത്യ അഫ്ഗാന് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. 296 കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ച കെട്ടിടത്തിന് 700 കോടിയിലേറെ ചെലവായതായാണ് റിപ്പോർട്ട്. മുഗൾ കാലഘട്ടത്തിലെ വാസ്തുശില്പരീതികളെയും ആധുനിക മോഡലും സമ്മിശ്രമായി സന്നിവേശിപ്പിച്ചാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നതിനിടെ 17-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിയെ ബൈക്കിലെത്തിയ ഒരു പറ്റം പേർ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് വലിച്ചെറിഞ്ഞു. ഉത്തർപ്രദേശിലെ അലിഗഡ് ടൌണിലാണ് സംഭവം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി നഗരത്തിലെ ഹർദുഅഗഞ്ചിലെത്തിയപ്പോൾ 4 പേരടങ്ങുന്ന സംഘം വലിച്ചിഴച്ച് അടുത്തുള്ള കരിമ്പിൻ തോട്ടത്തിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2 ബൈക്കുകളിലായാണ് ഇവർ വന്നതെന്ന് പോലീസ് പറഞ്ഞു. വികൃതമാക്കിയ ശരീരം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗ്രാമവാസികൾ കണ്ടത്. കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്ന് നീക്കാൻ അനുവദിച്ചില്ല. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അന്ത്യപ്രവാചകരുടെ ജന്മം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നും അതിൽ വിശ്വാസികൾ മതത്തിന് എതിരാകാത്ത ഏതു രീതിയിലും ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും UAE മതകാര്യ വകുപ്പ് ഫത്വയിൽ വ്യക്തമാക്കി. 63/905 നമ്പറായി നൽകിയ ഫത്വയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. 2015 പ്രസിദ്ധീകരിച്ച ഫത്വയുടെ പൂർണ്ണരൂപം ഇങ്ങനെ:
എങ്ങനെയാണ് നബിദിനം ആഘോഷിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: റസൂലിനോടുള്ള സ്നേഹം അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നബിദിനത്തിൽ മതത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആഹ്ലാദവും സന്തോഷവും പ്രകടിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നബിജന്മം മാനവചരിത്രത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നബിദിനത്തിലുള്ള സന്തോഷപ്രകടനം അള്ളാഹു നൽകിയ റഹ്മത്ത് അഥവാ കാരുണ്യം, ഫളൽ അഥവാ ഔദാര്യം എന്നിവയിലുള്ള ആഘോഷത്തിന്റെ ഭാഗമാണ്. അള്ളാഹു പറയുന്നു, നബിയെ പറയുക, അള്ളാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവും കാരണമായി സന്തോഷപ്രകടനം നടത്തുക. അവർ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും ഉത്തമമായതാകുന്നു അത്. ആഘോഷത്തിന്റെ രൂപം മതത്തിൽ നിർണയിക്കപ്പെട്ടിട്ടില്ല. വ്യത്യസ്ത സ്ഥലത്തും സമൂഹത്തിലും ഇക്കാര്യത്തിൽ നല്ല പതിവുകൾ നടന്നുവരുന്നുണ്ട്. പുതുവസ്ത്രം ധരിക്കുകയും അന്നദാനം നടത്തുകയും ചെയ്യുക എന്നതും പ്രത്യേക സദസ്സുകൾ സംഘടിപ്പിച്ച് അതിൽ പ്രകീർത്തനങ്ങൾ നടത്തുകയും തിരുദൂതരുടെ ചരിത്രങ്ങൾ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുവരുന്നതും അതിൽ ചിലത് മാത്രമാണ്. പ്രവാചകരെക്കുറിച്ചും അവിടുത്തെ ചര്യകളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അത് പിൻപറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാൻ ആഘോഷങ്ങൾക്ക് കഴിയും. തിരുദൂതരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നബിദിനത്തിൽ ആഘോഷങ്ങൾ നടത്തുന്നത് ഏറ്റവും വലിയ കർമ്മവും മതപരമായ നല്ല ചടങ്ങുകളിൽപ്പെട്ടതും ഈ സമുദായത്തിന് തങ്ങളുടെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവുമാണെന്ന് UAE മതകാര്യ വകുപ്പിന്റെ ഫത്വയിൽ പറയുന്നു. മീലാദുന്നബിയോടനുബന്ധിച്ച് തിരുനബി ജീവിതം വായനക്കു വിധേയമാക്കി റിസാല സ്റ്റഡി സർക്കിൾ RSC ഗൾഫ് തലത്തിൽ സംഘടിപ്പിക്കുന്ന ബുക്ക് ടെസ്റ്റിന്റെ യോഗ്യതാ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. റസൂലിന്റെ ബാല്യം എന്ന IPB പുസ്തകം അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ടെസ്റ്റ്. ഗൾഫിൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേകം പരീക്ഷകൾ നടക്കും. നാട്ടിലും മറ്റു വിദേശ രാജ്യങ്ങളിലുമുള്ളവർക്കായി ഗ്ലോബൽ ഓൺലൈൻ പരീക്ഷയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പുസ്തകത്തിന്റെ 36,500 പ്രതികൾ പ്രത്യേകം അച്ചടിച്ചാണ് വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. ഡിസംബർ 20 മുതൽ ജനുവരി 10 വരെ നടക്കുന്ന ഓൺലൈൻ പരീക്ഷയിൽ യോഗ്യരായവർക്ക് ഗൾഫ് രാജ്യങ്ങളിലെ 200-ലധികം കേന്ദ്രങ്ങളിൽ ജനുവരി 22-ന് ഏകീകൃത ഫൈനൽ പരീക്ഷയും നടക്കും. ഗൾഫിന് പുറത്തുള്ളവർക്കുള്ള പരീക്ഷ പൂർണ്ണമായും ഓൺലൈനായിരിക്കും. മീലാദ് കാലത്ത് തിരുനബിയെ കൂടുതൽ വായിക്കാനും പ്രവാചകരുടെ ജീവിത സന്ദേശവും ചരിത്രവും സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നതിനും വിശിഷ്യ പ്രവാസി കുടുംബങ്ങളിലും കുട്ടികൾക്കിടയിലും തിരുനബി ജീവിതം വായനയ്ക്ക് വിധേയമാക്കുന്നതിനുമാണ് മീലാദ് ആഘോഷ സന്ദർഭത്തിൽ പുസ്തകം അടിസ്ഥാനപ്പെടുത്തി പരീക്ഷ സംഘടിപ്പിക്കുന്നതെന്ന് പരീക്ഷാ കൺട്രോളർ K. ഷമീം പറഞ്ഞു. പരീക്ഷയിൽ വിജയികളാകുന്നവർക്ക് GCC നാഷണൽ തലത്തിൽ സമ്മാനങ്ങൾ നൽകും. ഗൾഫ് കൺട്രോൾ ബോർഡാണ് പരീക്ഷ നിയന്ത്രിക്കുന്നത്. കേന്ദ്രീകൃത മൂല്യനിർണ്ണയവും ആപ്ലിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള രജിസ്ട്രേഷൻ സംവിധാനങ്ങളുമാണ് പരീക്ഷയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. അജബുകളനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിലായി കനിഞ്ഞൊരു നബിയാണ്. അജബുകളനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിലായി കനിഞ്ഞൊരു നബിയാണ്. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. അകലെ ഓർമ്മകൾ വസിക്കുന്നൊരിടമാണ്, അരികിൽ ചേർന്നിടാൻ കൊതിക്കുന്നൊരഴകാണ്. അകലെ ഓർമ്മകൾ വസിക്കുന്നൊരിടമാണ്, അരികിൽ ചേർന്നിടാൻ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ.
ലോകാനുഗ്രഹി പുണ്യപ്രവാചകരുടെ ജന്മദിനം നാടെങ്ങും സമുചിതമായി ആഘോഷിച്ചു. റബീഉൽ 12 പുണ്യ ജന്മത്തിന്റെ സ്മരണ പുതുക്കി പ്രഭാതത്തിനു മുമ്പ് തന്നെ പള്ളികളിലും മറ്റ് സ്ഥാപനങ്ങളിലും പ്രവാചക പ്രകീർത്തന സദസ്സുകൾ അരങ്ങേറിയിരുന്നു. പ്രവാചകാനുരാഗത്തിൽ നാടാകെ ഇന്നലെ അലിഞ്ഞുചേർന്നു. പ്രകീർത്തനങ്ങളുടെ ഈണങ്ങളിലേക്കാണ് ഇന്നലെ പ്രഭാതം ഉണർന്നത്. പ്രവാചക സ്നേഹം പ്രതിഫലിക്കുന്ന വിപുലമായ ആഘോഷങ്ങളാണെങ്ങും സംഘടിപ്പിച്ചത്. മഹല്ലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് വൈവിധ്യമാർന്ന പരിപാടികളും ഘോഷയാത്രയും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. പുലർച്ചെ പള്ളിയിൽ നടന്ന മൗലിദ് പാരായണത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ മദ്രസകൾ കേന്ദ്രീകരിച്ച് മീലാദ് സന്ദേശ റാലികൾ നടന്നു. ശേഷം മദ്രസകളിലും മൗലിദ് പാരായണവും പ്രവാചക പ്രകീർത്തന സദസ്സുകളും മധുര പലഹാര വിതരണവും നടന്നു. പല കേന്ദ്രങ്ങളിലും ബുർദ ആസ്വാദന സദസ്സുകളും സംഘടിപ്പിച്ചിരുന്നു. SYS, SSF, SMA, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ എന്നീ സംഘടനകളും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. റബീഉൽ അവ്വൽ തുടങ്ങിയതോടെ തന്നെ നാടും നഗരവും പ്രവാചക പ്രകീർത്തനങ്ങളാൽ നിറഞ്ഞിരുന്നു. പലയിടങ്ങളിലും പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ച് 30 ദിവസത്തെ മൗലിദ് പാരായണ സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അറബി ഭാഷയുടെ പരിപോഷണത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകൾ മഹത്തരവും സ്മരണീയവുമാണെന്ന് അറബ് ലീഗ് അറബിക് സമ്മിറ്റ് അഭിപ്രായപ്പെട്ടു. ലോക അറബി ഭാഷാ ദിനാചരണത്തോടനുബന്ധിച്ച് അറബ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിൽ സംഘടിപ്പിച്ച അറബി ഭാഷാ വാരാചരണത്തിന് സമാപനം കുറിച്ച് നടന്ന അറബിക് സമ്മിറ്റ് ലിബിയൻ അംബാസഡർ ഡോക്ടർ അലി അൽ ഈസാവി ഉദ്ഘാടനം ചെയ്തു. അറബ് രാജ്യങ്ങളുമായി ഇന്ത്യ നിലനിർത്തുന്ന നല്ല ബന്ധങ്ങൾ ഭാഷാ, സാംസ്കാരിക, സാമ്പത്തിക രംഗത്ത് വികസനത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അറബ് ലീഗ് അംബാസഡർ ഡോക്ടർ നമാഹിൻ അൽ മസ്റൂഹി അധ്യക്ഷത വഹിച്ചു. സുഡാൻ അംബാസഡർ ഡോക്ടർ ഹസൻ താലിബ്, ഫലസ്തീൻ അംബാസഡർ അദ്നാൻ അബ്ദു അത്തൈജ, ആഫ്രിക്കൻ ഏഷ്യൻ റൂറൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ സെക്രട്ടറി വാസിഫി ഹസൻ ഷർഹിൻ, ഈജിപ്ത് ഡെപ്യൂട്ടി ചീഫ് മിഷൻ ഷെരീഫ് കമാൽ, അലിഫ് ഡയറക്ടർ അമീൻ ഹസൻ സഖാഫി, ഡൽഹി സർവകലാശാല പ്രൊഫസർ വാലി അക്തർ തുടങ്ങിയവർ സംബന്ധിച്ചു. നബിദിനത്തിൽ നാട്ടിലൂടെ ഓടുന്ന ബസ്സിൽ സൌജന്യ യാത്ര ഒരുക്കി മുട്ടാഞ്ചേരിയിലെ സുന്നി സംഘടനകൾ മാതൃകയായി. നരിക്കുനി, കൽക്കുടുമ്പ്, പുല്ലാളൂർ, മുട്ടാഞ്ചേരി, കുന്നമംഗലം റൂട്ടിലോടുന്ന ഹിറ ലക്സസ് ബസ്സിലാണ് മുട്ടാഞ്ചേരി യൂണിറ്റ് കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ യാത്ര ഒരുക്കിയത്. ഈ ബസ്സിൽ ഒരു ദിവസത്തെ കലക്ഷൻ മുഴുവൻ നൽകിയാണ് സൌജന്യ സർവീസിന് ബസ് ഏറ്റെടുത്തത്. രാവിലെ 7:30 നരിക്കുനിയിൽ നിന്നാണ് ആദ്യ ട്രിപ്പ് തുടങ്ങുന്നത്. തുടർന്നുള്ള 8 ട്രിപ്പുകളിലും ഈ ബസ്സിൽ കയറിയവർക്കെല്ലാം ക്യാഷൊന്നും മുടക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിഞ്ഞു. കൂടാതെ എല്ലാ യാത്രക്കാർക്കും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ക്ലീനറുടെ ജോലികളും സംഘടനാ പ്രവർത്തകർ തന്നെ നിർവഹിച്ചു. രാവിലെ 7:15 മുട്ടാഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ KMJ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി സഖാഫി ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അബ്ദുള്ള സഖാഫി, ജലീൽ സഖാഫി, KC മുസ്തഫ, M മുഹമ്മദ് അലി, M അബ്ബാസ് ഹാജി, MB മുഹമ്മദ്, TV അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. മനുഷ്യർ എല്ലാം തികഞ്ഞവരാണെന്ന് കരുതുന്നത് അർത്ഥശൂന്യമാണെന്നും ചെന്നൈ ദുരന്തം പോലുള്ള സംഭവങ്ങൾ മനുഷ്യരുടെ നിസ്സഹായതയുടെ തെളിവാണെന്നും മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി പറഞ്ഞു. തിരുവമ്പാടിയിൽ SYS സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാന്ത്വന കേന്ദ്രങ്ങളുടെ വിതരണ ഉദ്ഘാടനം അഗാഡത്തിൽ ശ്രീധരന് വീൽചെയർ നൽകി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT അഗസ്റ്റിൻ നിർവഹിച്ചു. സയ്യിദ് മുസമ്മിൽ തങ്ങൾ വാവാട് പ്രാർത്ഥന നടത്തി. SYS പ്രസിഡന്റ് അബു ഫായിസ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോളി ജോസഫ്, വാർഡ് അംഗം ബോസ് ജേക്കബ്, CK ഷമീർ മാസ്റ്റർ, മൻസൂർ അഹ്സനി, GG തോമസ്, ഡോക്ടർ ബെസ്റ്റി, ഡോക്ടർ സന്തോഷ്, PT ഹാരിസ്, മുഹമ്മദ് വട്ടപ്പറമ്പൻ, റിയാസ് തവരയിൽ തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. സ്നേഹമാണ് വിശ്വാസം എന്ന പ്രമേയത്തിൽ ജനുവരി 10 മാർക്കസ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന് വിപുലമായ പ്രചാരണ പരിപാടികൾ. സമ്മേളനത്തിന്റെ ദേശീയതലത്തിലുള്ള പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ഡൽഹി, ബാംഗ്ലൂരു, മൈസൂർ, മുംബൈ, അഹമ്മദാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തുടനീളം പോസ്റ്റർ, ചുമരെഴുത്ത്, ബാനർ, പ്രഭാഷണങ്ങൾ, ഫ്ളാഷ് മോബ് തുടങ്ങിയ പരിപാടികളാണ് നടന്നുവരുന്നത്. അടുത്ത മാസം 1 മുതൽ 8 വരെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് സഖാഫി ജില്ലാ ഷൂറ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഡോക്യുമെന്ററി പ്രദർശനങ്ങൾ, ജില്ലാതല സന്ദേശയാത്രകൾ തുടങ്ങിയവ നടക്കും. മലപ്പുറം പെരുമ്പറമ്പ് മഅദിൻ കോളേജ് ഓഫ് ഇസ്ലാമിക് ദഅവയുടെ 10ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി കരുണയിൽ ഒരു കരം എന്ന ശീർഷകത്തിൽ മലപ്പുറത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ മീലാദ് കിറ്റ് വിതരണം ചെയ്തു. നാസ്ത, പഴവർഗ്ഗങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു കിറ്റ്. വിതരണോദ്ഘാടനം മലപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിൽ മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നിർവഹിച്ചു. സൌജന്യ റേഷൻ, റിലീഫ് പ്രവർത്തനങ്ങൾ, നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള സഹായ വിതരണം തുടങ്ങിയ 10ഓളം കർമ്മ പദ്ധതികൾ ഉൾക്കൊള്ളുന്ന ദഅവ ദസ്ത്രയുടെ ഭാഗമായാണ് കിറ്റ് വിതരണം.
മലപ്പുറം താലൂക്ക് ഹോസ്പിറ്റൽ, ക്രിസ്ത്യൻ മിഷൻ ഹോസ്പിറ്റൽ, സഹകരണ ഹോസ്പിറ്റൽ കുന്നുമ്മൽ, ഓർക്കിഡ് ഹോസ്പിറ്റൽ കിഴക്കേതല, ഗവൺമെന്റ് ഡിസ്ട്രിക്ട് യുനാനി ഹോസ്പിറ്റൽ മുണ്ടുംപറമ്പ് എന്നിവിടങ്ങളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് മീലാദ് കിറ്റുകൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ ഡോക്ടർ അജേഷ് രാജൻ, ഇബ്രാഹിം ബാഖവി മേൽമുറി, സയ്യിദ് ഷഫീഖ് അൽ ബുഖാരി, SSF ഈസ്റ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ദുൽഫുഖാർ അലി സഖാഫി, കുഞ്ഞു മുഹമ്മദ് സഖാഫി പറവൂർ, സയ്യിദലവി സൈദി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏവരെയും അമ്പരപ്പിച്ച് പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയുടെ മിന്നൽ സന്ദർശനം, നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദിയുടെ പാകിസ്ഥാൻ സന്ദർശനം സാഹസികത മാത്രമാണെന്ന് കോൺഗ്രസ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം ലീഗിന്റെ കേരള യാത്ര കുഞ്ഞാലിക്കുട്ടി നയിക്കും. നബിദിനത്തിൽ സൗജന്യ ബസ് യാത്രയൊരുക്കി മുട്ടാഞ്ചേരിയിലെ സുന്നി സംഘടനകൾ മാതൃകയായി. അഫ്ഗാനിസ്ഥാന് ഇന്ത്യ നിർമ്മിച്ചു നൽകിയ പാർലമെന്റ് മന്ദിരം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ലോകാനുഗ്രഹി പുണ്യപ്രവാചകരുടെ ജന്മദിനം ലോകമെങ്ങും ആഘോഷിച്ചു. അറബി ഭാഷയ്ക്ക് ഇന്ത്യ നൽകിയ സംഭാവനകൾ മഹത്തരമെന്ന് അറബിക് ഉച്ചകോടി. റിസാല സ്റ്റഡി സർക്കിൾ ബുക്ക് ടെസ്റ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. നബിദിനാഘോഷം അനിവാര്യമാണെന്ന് UAE മതകാര്യ വകുപ്പിന്റെ ഫത്വ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.